സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ പട്ടിക്ക് പേ ഇളവിയാൽ ആളുകൾ തല്ലിക്കൊല്ലും അതിന്, അല്ലെങ്കിൽ വിഷം വെച്ച് ഇഞ്ചക്ഷൻ എടുത്ത് കൊല്ലും. പക്ഷെ മനുഷ്യന് പേ ഇളവിയാൽ എന്ത് ചെയ്യാൻ? തല്ലിക്കൊല്ലാൻ നോക്കൂല. കാര്യം അകത്തായി പോവും. രണ്ടെണ്ണമാണ് അങ്ങനെ വിഷവും കൊണ്ട് നടക്കുന്നത്. പേ ഇളവി നടക്കുന്ന 2 പേരുണ്ട്. ഏറ്റവും കൂടിയ വിഷം എന്ന് പറയുന്ന 2 പേരാണ് കേരളത്തിലുള്ളത്. ഒന്ന് സ്ത്രീയാണ്, ഒന്ന് പുരുഷനാണ്. ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇത്രയും ചെറ്റയായ ഒരു പേപ്പട്ടി ഈ കേരളത്തിലുണ്ടായിട്ടില്ല. രണ്ടാമത്തെ പേപ്പട്ടി എന്ന് പറയുന്നത് വിഷകലയാണ്. അപ്പോൾ സർപ്പമെന്നുണ്ട്. സർപ്പത്തിന്റെ ഇതായിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ചെറ്റത്തരമാണ് വിളിച്ചു പറയുന്നത്. എന്തും കേരളത്തിലാകാം, ആരും ചോദിക്കാനില്ല, ഒരു കേസും വരികയില്ല, ഭയക്കേണ്ട എന്നുള്ള തിട്ടൂരം പുറപ്പെടുവിക്കുന്നത് കാരണമെന്ന് പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ്. കാരണം ആരും ഒന്നും ചെയ്യില്ല, ഒരു കേസും ഉണ്ടാവില്ല. ഇതുവരെ ശശികലയ്ക്കെതിരെ, വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ, വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത്. കുഞ്ഞാലിക്കുട്ടിയെ പറ്റിയാണ് അവസാനം പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട്, ആധാർ കാർഡുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും രക്തം എന്ന് പറയുന്ന പാകിസ്ഥാൻ രക്തമാണെന്നാണ് പറയുന്നത്. എന്താ വിവരക്കേടാണ് അവൾ പറയുന്നത്. ഈ തള്ളയ്ക്ക് വേറെ ഒരു ജോലിയില്ലേ? ഈ തള്ളയെ കല്യാണം കഴിച്ചിട്ടുണ്ടാണെങ്കിലും മക്കൾ വല്ലതും ഉണ്ടാ? നേരത്തെ ഇവിടെ ടീച്ചറാണെന്ന്, ശശികല ടീച്ചറാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ വിഷമാണ് പഠിപ്പിക്കുന്നത് ടീച്ചറായിട്ട്. അപ്പൊ ആ നാട്ടിലുള്ള ജനങ്ങളെല്ലാം കൂടെ തള്ളയെ കൊരാവോ ചെയ്യുന്ന, സ്കൂളിൽ കയറാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തായാലും ശരി, റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോ, അതുകൊണ്ട് ഇനി സ്കൂളിൽ എന്തായാലും പോവേണ്ടി വരില്ല. എന്ത് ചെറ്റത്തരമാണ് വിളിച്ചു പറയുന്നത്. മനുഷ്യരെ ഏതെല്ലാം രീതിയിലാണ് ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയ പറയുന്നതിന് കേസും. അത് സാധാരണ എന്ന് പറയുന്ന ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ യോഗിയുടെ സംസ്ഥാനത്തായിരുന്നു ഇങ്ങനെ, അതായത് മുസ്ലിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ തള്ളയുടെ വീട് ബുൾഡോസർ കൊണ്ടൊന്ന് ഇടിച്ചു നിരത്തും. വേണമെങ്കിൽ പോലീസിനെ കൊണ്ട് തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അപ്പോൾ ഇത്ര ചെറ്റത്തരമാണ് അവിടെ കാണിക്കുന്നത്. ഈ BJP-ക്കാർ കാണിക്കുന്നതാണത്. നമ്മളിപ്പോ പശ്ചിമ ബംഗാളിൽ കണ്ടില്ലേ, ഭരണത്തിൽ കയറിയില്ല, അതിനു മുമ്പ് തന്നെ ബാക്കിയുള്ള സമുദായങ്ങളിലെ വീടുകൾ അടിച്ചു നിരത്തുന്നു, എല്ലാം കൊള്ള ചെയ്യുന്നു, എല്ലാം ബുൾഡോസർ കൊണ്ടൊന്ന് ഇടിച്ചു നിരത്തുന്നു. അപ്പൊ ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ബുൾഡോസർ രാജ് വരാത്തത്? ഇങ്ങനെയുള്ള ശശികലയുടെ, ഈ വെള്ളാപ്പള്ളിയുടെയൊക്കെ ഈ മദ്യഷാപ്പുകളും ഈ തള്ളമാരെ വീടുകളും ഒക്കെ ബുൾഡോസറിന് ഇടിച്ചു നിരത്തണം. എവരൊന്നും കേരളത്തിൽ ജീവിക്കാൻ പറ്റിയവരല്ല, ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റിയവരല്ല. ഈ തള്ളയെന്ന് പറയുന്ന ആഫ്രിക്കയിൽ നിന്നും കണ്ട പണ്ട് കുടിയേറിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ സ്വഭാവമാണ്